നിങ്ങള് CM എന്ന് പേര് മാറ്റി മാട്രിമോണിന്നാക്കാൻ പോവാണോടാ? ഇല്ല, നിങ്ങള് പേര് മാറ്റുന്നുണ്ടോ? ഇല്ല, നമ്മള് പറഞ്ഞില്ല. നീയല്ലേ പറഞ്ഞേ നീ എന്താ മാട്രിമോണി നടത്താൻ പോവാന്ന്? അത് ബിസിനസ് അല്ലേ ബ്രോ? അല്ല, ഇതിലും ഭേദം അതായിരിക്കും. ബിസിനസ് നോക്കി നടത്ത്. ഇല്ലില്ല, നമ്മളെന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബ്രോ? ബ്രോയ്ക്കല്ലേ ഇപ്പൊ ബിസിനസ്. ഈ സിറ്റിയിലെ സിറ്റിയിലുള്ളവർക്ക് പെണ്ണുങ്ങളെ സെറ്റ് ചെയ്ത് കൊടുക്കാത്തതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് ബ്രോയ്ക്കല്ലേ. അപ്പൊ ബ്രോ ചെയ്യണം. നമുക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇല്ല, എനിക്ക് വേണ്ട. എനിക്ക് നിന്നെ പോലെ മുട്ടിയിരിക്കുന്നില്ല പെണ്ണിലേക്ക് ജീവിക്കാണ്ടിരിക്കാനേ. നീ ഇപ്പൊ നിന്റെ ഗ്യാങ്ങിലുള്ളവർക്ക് മേടിച്ചു കൂടാ. ആദ്യം ഗ്യാങ്ങിലുള്ളവർക്കായിരിക്കും ചിലപ്പോ മുട്ടി നിൽക്കണേ. എന്റെ ഗ്യാങ്ങിലുള്ളവർക്കായിരിക്കും മുട്ടി നിൽക്കണേ. അവർക്ക് ആദ്യം പെണ്ണിനൊക്കെ സെറ്റ് ചെയ്ത് കൊറ കേട്ടോ. എന്നിട്ട് മതി എന്റെ അടുത്തോട്ട് വന്നാ മതി. നീ നിന്റെ അവിടെ ഉള്ളവന്മാർക്ക് ആദ്യം പെണ്ണിനെയൊക്കെ ഉണ്ടാക്കിക്കോടെ. എന്നിട്ട് എന്റെ അടുത്തോട്ട് ഉണ്ടാക്കാൻ വാ. മിണ്ടായിരിക്കല്ലോ കൂടി. അടുത്തങ്ങ് എത്തിച്ചിട്ടോ. ബോഡി വണ്ടിക്കല്ലേ അടുത്ത് എത്തിച്ചിട്ടോ. ഇതൊക്കെ നിന്റെ മറ്റേ മൊണ്ണ എടുത്ത് പറഞ്ഞാൽ മതി കേട്ടാ. മര്യാദ സംസാരിക്കണം. എന്റെ പട്ടിക്കോണൊക്കെ എടുക്കുന്നു ഇപ്പം. പിന്നെ പണ്ടത്തെ കോണെന്ന് പറയാൻ നിൽക്കല്ലേ നീ. പറയാനേ കുറെ ഉണ്ട്, മനസ്സിലായ? വെട്ടിയിടാന്നല്ല. KV കണ്ടിട്ടുണ്ടല്ലേ? കുഴപ്പമില്ല. പറഞ്ഞു ഹാപ്പി അല്ലേ? എല്ലാരും ഹാപ്പി അല്ലേ? നമ്മള് മാന്യമായിട്ടുള്ള വെള്ളിയാണ്. ഇന്ന് നമ്മളവിടെ ഒരു ഇതുണ്ടാക്കാൻ പോയിട്ടില്ല. ഇങ്ങോട്ട് വന്ന് കയറിയതാണ്. അപ്പോൾ മേടിച്ചുകൊണ്ട് പോട്ടെ. കഴിച്ച് നിൽക്കുന്നവരെല്ലാം മേടിച്ചുകൊണ്ട് പോട്ടെ. ഞാൻ എന്താ നമ്മളെ CM പൊക്കി കഴിഞ്ഞ് ഞാൻ മാനിയായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഓരോ കൊണ പറഞ്ഞ പിന്നെ ഞാൻ കേട്ടോണ്ടിരിക്കണം. ഇവനൊക്കെ ആര്? ആദ്യം പോയി ഗ്യാങ് എന്നുള്ള ഗ്യാങ് മര്യാദയ്ക്ക് നടത്താൻ പറ. വെള്ളിത്തീരെ അയ്യോ, ഏതാടാ അഭിനയമൊക്കെ നോക്കണേടാ. നമ്മുടെ പയ്യന്മാരുടെ അഭിനയമൊക്കെ നോക്കണേ. ഇപ്പൊ ആർട്ടിഫിഷ്യലാണ്. അയ്യോ, ഒക്കെ എന്തിനാ സിറ്റിയിൽ വെറുതെ നീച്ചിലായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. എന്ത് പ്രശ്നം എന്താ? ഇടില മയ്യന്മാരെന്ത് ഏവലാണ് അഭിനയിക്കുന്നത്. കത്തലൊന്നുമല്ലല്ലോ. നീ എന്താ കത്തിട്ടോ? ഓർമ്മയില്ല. എന്തുണ്ട്? ആരുണ്ട്? കത്തിപ്പോയി. ഞാൻ കത്തിച്ചേല് ഇതാക്കാൻ പറ്റൂല. എനിക്ക് കുഴപ്പമില്ല. പോയി പൊക്ക്. തലവിട്ട് മതോലോകം. ഹലോ, അറിയില്ല ബ്രോ. പോയി ഈയടി മഴതോറും നേരത്ത മച്ചു തന്നെടാ. താരിയിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോടാ? എന്ത് എനിക്കത് ഓർമ്മയില്ലടാ. എന്നാ എന്തോ ഓർമ്മയില്ല. കത്തിച്ചു ഏതൊക്കെ സിറ്റുവേഷൻ DXലാണ് നേരത്തെ DX സംസാരിച്ചോണ്ടിരിക്കായിരുന്നു. അവരെ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ ചിലപ്പോ കാര്യം അറിയാം.
കണക്റ്റഡ് കേട്ടോ പറയണ ബോബോയിനെ ആരോ കൊന്ന് കത്തിച്ച് ആരോന്നും അറിയത്തില്ല. ലാസ്റ്റ് സംസാരിച്ചെന്നാ പറയാൻ പോയി. പിന്നെ വേറൊന്നും ഓർമ്മ വരുന്നില്ല. 83 ready. എന്താടാ എനിക്ക് റേഡിയോ ഗ്രൈൻഡർ ഓഫ് ദ സിറ്റി ഞാനാടെ റേഡിയോയില്. ഹലോ ഞാനാ ഗ്രൈൻഡർ ഓഫ് ദ സിറ്റിയാ? എന്താടാ മുന്നത്തെ പേരത്. ഹലോ ഗേവിയാണാടാ? പേരില്ലാത്ത ഞാനാ. ഹലോ എടാ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ ഞാനായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ഒന്നുമില്ല കണ്ടായിരുന്നോടാ? നേരത്തെ മുതുക്കിതൊക്കെ CM ഇടിച്ചിട്ടോന്ന് എന്തോ പൃഥ്വി പറയണ്ട, അല്ലാണ്ട് വേറെ എനിക്കറിയത്തില്ല. CMO? ആ ഓ എടാ CM-നോടൊന്ന് കണക്ട് ഇടാൻ പറഞ്ഞാടാ. എന്താ ചോദിച്ചത്? ഞങ്ങള് ലാസ്റ്റ് ബോബോയിനെ അടുത്ത് പറഞ്ഞായിരുന്നു ഓർമ്മയുണ്ടോ? CM ഇടിച്ചിട്ട് പിന്നെ ഞങ്ങള് ഡ്രസ് മാറാൻ പോയി. വേറെ ഞാനായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരുന്നോന്ന് ചോദിക്കേ. ഇതൊക്കെ എന്തൊരു ഹലോ ബ്രോ, CM ആണോ? ഹലോ ബ്രോ, നിങ്ങള് ബോബോയായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ വല്ലതായിരുന്നോ ബ്രോ? ഇല്ല. ബ്രോ നിങ്ങളൊന്നാലോ പറഞ്ഞ ബ്രോ ഒക്കെ ഇട്ടെന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ബോബോയ്ക്ക് ഇപ്പൊ ഓർമ്മയില്ല. അപ്പൊ നിങ്ങളോരോ സിറ്റുവേഷൻ എടുത്തിട്ടുണ്ടോ എടുത്തെന്ന് പറയണം ബ്രോ. നട്ടലുള്ളവരല്ലേടാ അതൊക്കെ പറയും. നട്ടലില്ലാത്തവരുടെ കാര്യം നമുക്ക് അറിയില്ല. എന്താടാ നിനക്ക് എന്താടാ അമ്പിയാണാടാ? എടാ CM-ന്റെ പണ്ടത്തെ സ്വഭാവം മാറിയില്ലടാ, അമ്പിത്തരം മാറിയില്ലേ? അമ്പികളാണ് ഇവന്മാര്. അയ്യേ കണ്ടികള് എവിടെയാടാ? ഒമ്മര് മുതുക്കിലുണ്ടോ? സ്വന്തായിട്ട് ഇതല്ലേ എവിടെ എവിടെ എവിടെ? ചന്തിമുക്കനെ കണ്ടോളിയാ. എടാ ഇതെന്താടാ ഇത്? അമ്പികളാണ്. എടാ അമ്പികളെന്നൊക്കെ പറഞ്ഞാൽ ഇവന്മാര് പണ്ട് ഇവരുടെ വീട്ടത്തിൽ ഒരാളുണ്ടായിരുന്നല്ലോടാ ഈ അമ്പി കളിക്കുന്ന ഒരുത്തൻ. എടാ പണ്ട് ഞാനായിട്ട് സിറ്റുവേഷൻ ആയിട്ടുണ്ടാ അമ്പി സെയിം അമ്പി കളിക്കുന്ന ഇവന്മാരുടെ കൂട്ടത്തിൽ. പേര് ബുള്ളപ്പി. അവന്റെ സ്വഭാവം ഇതുവരെ മാറിയിട്ടില്ലല്ലേ? അവൻ അവിടെ കയറിയപ്പോ കൂട്ടത്തിൽ ഉള്ളവർക്ക് കൂടെ കൊടുത്തല്ലേടാ? ചന്തിമുഖം ചോട്ട ബീബി ലഡു വെക്കൽ. എടാ ബുള്ളപ്പി സ്വഭാവം ഗ്യാങ് മൊത്തം കൊടുത്തു തോന്നുന്നു അമ്പിത്തരം കേട്ടാടാ. നമുക്ക് പുറത്ത് സംസാരിക്കാം. നമുക്ക് ഈ ബിസിനസിനോട് ഭയങ്കര താല്പര്യമാണ്. ഇവന്മാർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്നവരോട് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉള്ളടാ. അല്ലെങ്കിൽ പിന്നെ അമ്പിത്തരം. ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വന്ന് അടിക്കുക, അല്ലെങ്കിൽ പിന്നെ അമ്പിത്തരം ഇറക്കുക. ഈ രണ്ട് കഴിവേ ഉള്ളൂ ഇവന്മാർക്ക്. എന്തിനാടാ അതറിയില്ലടാ. ഏതോ അമ്പികള്. അയ്യോ അമ്മർക്ക് കണ്ണുവട്ടമായിരുന്നല്ലേ ബ്രോ നിങ്ങളുടെ അവര് നിങ്ങളെ പോലെ നട്ടലില്ലാത്തവരല്ല. അവര് പറയും ഇവന്മാര് ഗ്യാങ് തന്നെയാണ്. എന്തിനാണ് ഈ സിറ്റുവേഷൻ കൊണ്ട് നടക്കുന്നത്?
ഡയലോഗ് അടി ഇതൊന്നും അല്ലായിരുന്നല്ലോ. ഹലോ ഹലോ, എന്താടാ ഇവന്മാര് ഇങ്ങനെ അമ്പി കളിക്കുന്നേ? റേഡി പറഞ്ഞ നീ? റേഡിയോ ഉണ്ട്. ഇല്ല 51 നീ ഇല്ല. 51 കേറി. ഇത് അടിക്കേണ്ട ആവശ്യമില്ലല്ലോ, കുഴഞ്ഞുണി എത്തവൻ. കുടുംബമാണത്. എടാ അവൻ കുഴഞ്ഞുണി എത്ത, അവൻ അടിക്കേണ്ട ആവശ്യമില്ല. എന്താടാ നമ്മളൊക്കെ നിന്നപ്പേ നിന്റെയൊക്കെ നീയൊക്കെ തളർന്നു വീണ് അത്രയുള്ളോടാ നീയൊക്കെ. നിന്നപ്പേ തളർന്നു വീഴാണല്ലോ. ഹലോ ബ്രോ, കെ വി എന്ത് പറഞ്ഞു ബ്രോ? ഹലോ അച്ഛനെ, നമ്മള് വണ്ടി ഇടിക്കുന്നെന്തോ കണ്ടെന്നോ? വണ്ടി ഇടിച്ചാണോ? എടാ നിനക്ക് നീ എന്നെ പറയടാ, നീയൊക്കെ ഗ്യാങ് ആണോന്ന് ചോദിച്ചിട്ട് നീ എന്നെ പറ, എന്തേലും ചെയ്തിട്ടുണ്ടോന്ന് ഓർത്ത് പറടാ. സ്വന്തമായിട്ട് അമ്പിത്തരം വിട്ട് നീ ഇങ്ങോട്ടേക്ക് പറ. എനിക്ക് ഓർമ്മയില്ല, അതാ നിന്നോട് ചോദിക്കുന്നത്. സിഎമ്മിന്റെ കൂടെ ഇവന്റെ ഹോബോയിനെ കണ്ടത് മനസ്സിലായില്ലേ? നട്ടലുണ്ടോ നിനക്ക് പറയാൻ? ഒരു കാര്യം പറയട്ടെ എടാ, എന്നെ നിങ്ങളെയൊക്കെ കൂടെ കണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ടാണ് നിന്നോട് ചോദിക്കണേ. നിനക്ക് ഉറപ്പുണ്ടോ നിനക്ക്? എന്തിനാണ്ടാ നീ ഗ്യാങ്ങാന്ന് പറഞ്ഞ് നടക്കണേ? ഈ തല തുണിയിട്ട് എന്നെ നടക്കണം നീയൊക്കെ. തല തുണിയിട്ടൊക്കെ എന്തിനാ? അടിച്ച് നിന്നെയൊക്കെ ഇവിടെ ഉരുളും നീയൊക്കെ. നീയൊക്കെ ആ മുള്ളോപ്പിയുടെ സ്വഭാവം മാറ്റി ആണുങ്ങളെ പോലെ സംസാരിക്കടാ, അവനെ പോലെ കളിക്കാണ്ട്. നീയൊക്കെ തൊട്ടാള് മാറിപ്പോയി. നീ തൊട്ടാള് മാറിപ്പോയി, മനസ്സിലായടാ? ബുള്ളോപ്പിയുടെ സ്വഭാവം കാണിക്കാണ്ട് നീ ആണുങ്ങളെ പോലെ പറടാ. ഗ്യാങ്ങിലെ നട്ടിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആണുങ്ങളെ പോലെ സത്യം പറടാ. ഇവർ സമ്മതിച്ചില്ലേ? അതിനുള്ള നട്ടില് പോലും ഇല്ലടാ. അതെങ്ങനെയാടാ സാവേജ്? എല്ലാ ഗ്യാങ്ങിനെയും അടിയടിക്കല്ലേടാ? അത് പേടിയാണല്ലോടാ. അതിന്റെ ചെറിയ പ്രശ്നങ്ങളാണ്. ലൂപ്പായിട്ട് നമുക്ക് അടിക്കാൻ താല്പര്യമാണ്. വെളിയിൽ വരാൻ പേടിയാണ് എനിക്ക്. എന്റെ പിടിക്കിറക്കോ? നാണമില്ലല്ലോടാ. നീയൊക്കെ ഗ്യാങ് തന്നെയാണോടാ CMA? നിന്നോട് ചോദിക്കുന്നില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ. അവസാനം കേവിയിലുള്ളവന്മാര് എന്നെ നിന്റെ ഒപ്പൊക്കെ കണ്ട് അത് കഴിഞ്ഞ് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ നിന്നോടൊക്കെ വന്ന് ചോദിച്ചാണ് നീ ഒക്കെ എന്നെ വലിയ ചെയ്തോന്ന് ചോദിക്കുമ്പോ അത് പറയാനുള്ള നട്ടല് പോലും ഇല്ലേ? അവസാനം നിന്റെ കൂടെ ഒക്കെ കൂടെ ഞാൻ നിന്നെങ്കിൽ പറഞ്ഞില്ലേ? ചോദിച്ചു ബ്രോ, ചോദിച്ചു. കാര്യം പറയട്ടെ ഇതെന്താ അണ്ടി ഗ്യാങ്ങാണിത്? ഇതെന്താ അണ്ടി ഗ്യാങ്ങാണല്ലേ ഇത്? ഇവന്മാര് എത്ര വട്ടാന്ന് പറയടാ എന്നെ ഞാൻ ഈ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വന്ന് അടിച്ചു കൊല്ലുന്നു. അത് കഴിഞ്ഞ് ഇവന്മാർ ഇങ്ങനെ തന്നെ കാണിച്ച് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കും. ഇത് മൂന്നാമത്തെ കാണിച്ച് സിറ്റുവേഷൻ ഡ്രോപ്പ് ആക്കും. ഇത് മൂന്നാമത്തെ വട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുമ്പോ വന്ന് എന്നെ അടിച്ചു വന്ന് കത്തിച്ചിട്ട് അവന്മാർ ഒരു പോക്കുവാണ്. ഇത് എന്താ അണ്ടിയാണ്? ഇത് എന്താ ഗൈസ്, നിങ്ങൾ തന്നെ പറ. 3 വട്ടായി എന്നെ ഇങ്ങനെ അടിച്ചു വന്ന് കത്തിച്ചിട്ട് പോകുന്നത്. ഫോൺ നോക്കാനാ?
കുണ്ടച്ചികളെ പണ്ണ് ഞാൻ ഇന്ന് ഈ സിറ്റുവേഷൻ ആയില്ലെങ്കിൽ ഇവന്മാരായിട്ട് ഇനി അടുത്ത സിറ്റുവേഷൻ എടുത്തിട്ട് വേറെ സിറ്റുവേഷൻ ഞാൻ പോകുന്നുള്ളൂ. ഹലോ പാത്തുവേ ഒരു സിറ്റുവേഷനായി പാത്തുവേ. എന്തായി ആരോ അടിച്ചു കത്തിച്ചു മൊബൈലിനെ തൊട്ടെ അറിയില്ല അത് ആരാന്ന് കറക്റ്റ് അറിയില്ലെന്ന്. സി എം ആണോന്നൊരു സംശയമുണ്ട്. സി എമ്മിനോട് ചോദിച്ചപ്പോ അവന്മാര് പറയുന്നല്ല. മറ്റേ മുതുക്ക് റിപ്പയർ ഇല്ലേ അവിടെ വെച്ചെന്തോ. ബൊബോയ് ഒറ്റയ്ക്കായിരുന്നോ? ആ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഒരു മിനിറ്റ്. ആ ശിബു കണ്ടോ ശിബു കണ്ടോ ശിബു കണ്ടോ? ആ ശിബുനല്ല ബോബേനെയും കൊണ്ട് 2 ഗ്യാങ് വണ്ടി ഇവിടെ പോണ്ടായിരുന്നു. എവിടേക്കെന്നല്ലല്ലോ ബ്രോ, നിങ്ങളാ ഡെഡ് ബോഡിയും കൊണ്ട് പോയത് നിങ്ങളല്ലേ? ദേവ പറഞ്ഞില്ലേ ബ്രോ? നട്ടലുണ്ടോടാ? എന്ത് കമ്പിയാണോടാ വെച്ച് പിടിപ്പിച്ചേക്കണേ? വളയില്ലാത്ത കമ്പിയാണോ പിടിപ്പിച്ച് ബ്രോ? ഇപ്പൊ പറഞ്ഞില്ലേ ബ്രോ, സിറ്റുവേഷൻ അറിഞ്ഞില്ലേ? നിങ്ങൾ എന്തിനാ അവന്റെ ഡെഡ് ബോഡിയും കൊണ്ടുപോയത്? ടൈസൺ ബോബോനെ കൊന്നത്. ബ്രോ കേൾക്കാം. സിഎമ്മിനെ ബ്രോ കണ്ടെന്ന് വരെ പറഞ്ഞു. ബ്രോ ഒന്ന് ഇറങ്ങണേ. ബ്രോ ബ്രോ ഒന്ന് വന്ന സിഎമ്മിന്റെ ബ്രോ ഒന്ന് വന്ന ബ്രോ. എടാ ശിബു എന്തിയടാ? ശിബു എന്തിയടാ? എടാ ടൈസൺ ആയിട്ടുള്ള സിറ്റുവേഷൻ. എടാ ആദ്യം ഈ ടൈസൺ എന്നെ വണ്ടി ഇടിച്ച് കൊന്ന്, അത് കഴിഞ്ഞിട്ട് ഈ ടൈസൺ എന്നെ കൊണ്ടുവന്ന് ആശുപത്രി കൊണ്ടുവന്ന് പൊക്കിച്ചടാ. പൊക്കിച്ച് തിരിച്ച് വീണ്ടും ഞാൻ അവിടെ വന്നപ്പോഴാണ് ഇവന്മാരൊരു കൂട്ടം ആൾക്കാർ വന്ന് എന്നെ കൊന്നങ്ങ് കത്തിച്ച്. ആദ്യത്തെ സിറ്റുവേഷൻ ആയിരിക്കും ഇവന്മാർ പറയണ. ടൈസൺ കൊന്നത് ആദ്യം കൊന്നു, അത് ഞാൻ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞങ്ങ് വിട്ട്. ഈ രണ്ടാമതാണ് ഇവന്മാരെല്ലാരും കൂടെ വന്ന് എന്നെ ഒന്നുകൂടെ കൊന്നത്. 2 വട്ടം കൊന്നു സി എം എന്നെ ഇന്ന്. ഇവന്മാര് സമ്മതിക്കാൻ പോണില്ലല്ലോ, ഇതൊന്നും ചെയ്യാൻ പറ്റാൻ പോണല്ലോ. പറഞ്ഞത് ശിവ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നട്ടല് വേണ്ടാണ് ഇവന്മാർക്ക്. എന്തിനാണ് ഗ്യാങ് സമ്മതിക്കുന്നു. അതാണ് കെവിയെ കണ്ടെന്ന് പറഞ്ഞ കെവിയെ പറഞ്ഞത്. അല്ല നമ്മൾ പറയുന്നേ എടാ കെവിയുടെ അല്ല. എന്നാ നിങ്ങൾ കെവിയുടെ ഇപ്പം ഷിബു അറിഞ്ഞുകൊണ്ടില്ലേ? ഷിബു ഹലോ കേക്കാമോ? മച്ചു അത് വിട് എടാ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഹലോ പേടിയാണെന്ന് പറഞ്ഞാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല. എന്തിനാ പേടിക്കണമെന്ന് പറഞ്ഞു നീക്ക്? നമ്മുടെ അടുത്ത് എല്ലാരും പറഞ്ഞു ബ്രോ നിങ്ങളാണെന്ന്. പിന്നെ നമ്മള് അല്ലെങ്കിൽ നമ്മള് അവസാനം എന്നെ കണ്ടത് നിന്റെ ഒക്കെ കൂടെയാ. അത് കഴിഞ്ഞിട്ട് പിന്നെ നീ എന്നെ പിന്നെ നീയൊക്കെ പറ. എന്നാ പിന്നെ നീയൊക്കെ പറ എന്നെ കൊന്നു കത്തിച്ച് ആരാ? നീയൊക്കെ കണ്ടാണോ? സത്യം അത് കഴിഞ്ഞിട്ട് ഇവന്മാര് എന്നെ ഒന്നുകൂടെ കൊണ്ടുപോയടാ. ആദ്യത്തെ വട്ടം ഇവന്മാര് എന്നെ കൊണ്ട് ഈ ആശുപത്രി കൊണ്ടുവന്ന് പൊക്കിച്ച്, അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇവന്മാര് എന്നെ കൊന്ന് വീണ്ടും കത്തിച്ച്. ഷിബു ആ രണ്ടാമത്തെ സിറ്റുവേഷൻ ആരെങ്കിലും കണ്ടോന്നാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഫസ്റ്റ് സിറ്റുവേഷനിൽ തന്നെ കൊണ്ടുപോകാൻ കണ്ടിട്ടില്ല. അതും അങ്ങോട്ട് പിടിക്കങ്ങട്. എന്താ ഈ പറയുന്നത്? അല്ലെങ്കിൽ അവന്മാര് ഇനിയിപ്പോ അഡ്മിനെ വിളിച്ച് കരയൂടാ. പ്രീവാറായി നമുക്ക് ഇനി കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയും. പറയണ അവന്മാര് ചെയ്തിട്ടില്ല എന്നല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ നീ ഒരു കാര്യം പറ. എന്നെ മറ്റേ എടാ ഇതിന് മുന്നേ വണ്ടി ഇടിച്ച് ഒരു വട്ടം ഇവന്മാര് കൊന്നടാ. പക്ഷെ ആ സിറ്റുവേഷൻ ഞാൻ വെറുതെ വേണ്ടാന്ന് വെച്ച് ആ സിറ്റുവേഷൻ വെച്ച് പിടിക്കാലോ. അത് കെവി കണ്ടിട്ടുണ്ടല്ലോ. പക്ഷെ അത് അത്ര ഇതല്ല, ഒരു അറിയാണ്ട് വണ്ടി ഇടിച്ചാന്നൊക്കെയാണ് അവന്മാര് പറഞ്ഞത്. അതാണ് ഞാൻ പിന്നെ അത് വലിയ കാര്യമൊക്കെ കണ്ടിരിക്കണേ. വേണേ ആ സിറ്റുവേഷൻ അത് കെവിയെ കണ്ടതാ. ആ സിറ്റുവേഷൻ എന്നെ അവന്മാര് വന്ന് വണ്ടി ഇടിച്ച് വന്നിട്ട് എടുത്തോണ്ട് പോണേ.
അതിന് സോറി പറഞ്ഞ് ആ സിറ്റുവേഷൻ ഞാൻ അതുകൊണ്ട് ഡ്രോപ്പ് ചെയ്തേടാ. അത് കഴിഞ്ഞ് അവന്മാര് വീണ്ടും വന്ന് കൊണച്ച് ഞാൻ കൊന്നേ. നമ്പർ ഇട്ടിട്ടുണ്ട്. സ്വഭാവം കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അവന്മാർക്ക്. രാവിലെ കള്ളന്മാര് രാത്രി ചന്തിമുഖന്മാര് എന്തിനു പറയാ. ഉൾപ്പെട്ടാടാ നട്ടലിന് വരെ കമ്പി വെച്ചോണ്ടാടാ നടക്കണേ നീ പുറകില്. അറിയാൻ മേലാത്തോണ്ട് ஒரு 2-3 லைன் கொஞ்சம் வேற மாதிரி ட்ரை பண்ணலாம். ഭീമിൻ ശക്തി ലഡ്ഡൂലാണ്, ഭീമിൻ ബുദ്ധി റോക്കറ്റാണ്. ചോട്ടാ ഭീം ചോട്ടാ ഭീം ചോട്ടാ ഭീം ചോട്ടാ ഭീം 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 ചോട്ടാ ഭീം ചോട്ടാ ഭീം വാഴരാജയ്ക്ക് ലഡ്ഡു തിന്നാട്ടിയാണേ. ഭീം 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 ചോട്ടാ ഭീം ചോട്ടാ എവിടെന്ന് കൊണ്ടുവന്നടാ. ഇല്ലല്ലോ സിക്സ് പാക്ക് ഇല്ലല്ലോ. ഹാ 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 എന്റെ ഹീറോയാണ് ഭീം 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 ചോട്ടാ ഭീം ചോട്ടാ ഭീം. വില്ലന്മാർക്കെല്ലാം ഭീം. എടാ വേറെ സിറ്റുവേഷൻ ആക്കി എടുക്കാടാ, അതായിരിക്കും നടക്കുന്നത്. അതേ നടക്കത്തുള്ളൂ. ഇതല്ലാണ്ട് വെറുതെ